ഏപ്രിൽ പെയ്ത മഴയ്ക്ക് ദുബായ് കംപ്ലീറ്റ് ഫ്ലഡഡ് ആയപ്പോൾ ഇവിടെയുള്ള മെയിൻ മീഡിയാസും വേൾഡ് വൈഡ് ചർച്ച ഇതിനെ കുറിച്ചിട്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ആഫ്റ്റർ 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ബാക്ക് ടു നോർമൽ. ദുബായിലുള്ള മെയിൻ പ്രൈം ലൊക്കേഷൻ, എല്ലാ സ്ഥലമാണെന്ന് പറയുന്നില്ല, പ്രൈം ലൊക്കേഷൻസിലൊക്കെ ഇവർ കംപ്ലീറ്റ്ലി നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു. ഏകദേശം 75 വർഷത്തിൽ ഏറ്റവും വലിയ മഴയാണ് ദുബായിൽ പെയ്തത്. അതായത് 75 വർഷം കഴിഞ്ഞിട്ട് 75 വർഷത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു മഴ പെയ്തത്. ഇത് കഴിഞ്ഞ പാടെ തന്നെ ദുബായിലുള്ള മെയിൻ ദുബായ് റൂളർ, അതുപോലെ തന്നെ ഗവൺമെന്റ് മിനിസ്ട്രി കൂടിയിരുന്ന് ആലോചിച്ചിട്ട് 3000 കോടിയുടെ ഡ്രൈനേജ് പ്രൊജക്റ്റ് ആണ് അവർ അനൗൺസ് ചെയ്തത്. ഏകദേശം ഇപ്പോഴുള്ള ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ 700% മടങ്ങാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഇപ്പോഴുള്ള എക്സ്പോ 2020, ജബൽ അലി, മക്തും എയർപോർട്ട്, ഓൾറെഡി ഇവിടെയൊക്കെ ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 2033 കൂടി ഈ പറയുന്ന ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ദുബായ് ഗവൺമെന്റ് ഏത് പ്രൊജക്ട്